നമസ്കാരം. ഏറ്റവും കൂടുതൽ ഇപ്പം വിവാദങ്ങളുടെ പിന്നാലെ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സീറ്റുകളിലേക്കും കോൺഗ്രസ്സുകാർ ഇതിന് മുൻപില്ലാത്ത വിധത്തിൽ വളരെ വേഗത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി കഴിഞ്ഞു. എന്നാൽ കുറ്റമറ്റ ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരുന്നോ ആ വന്നത് എന്ന് ചോദിച്ചാൽ ചിലരുടെയൊക്കെ രാജ്യപ്രഖ്യാപനം, ചിലരൊക്കെ അവിടെ നിന്ന് പാർട്ടി വിട്ടു പോകുന്നു, ചിലരൊക്കെ ശക്തമായി പ്രതിഷേധിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു? നമുക്കറിയാം, മണക്കാട് സുരേഷ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. അത് കോർ കമ്മിറ്റി ചെയർമാനാണ്, അദ്ദേഹം രാജിവെക്കുന്നു. അപ്പം അതിന് മുൻപായി തന്നെ പല പല ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 50-ലധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളിൽ പോകുന്നു. ശ്രീകുമാർ അടക്കമുള്ള അവിടുത്തെ മുൻ കൗൺസിലർമാർ അടക്കം ഇതിനകത്ത് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം ശബരിനാഥൻ വരുന്നു, കെ മുരളീധരനെ പോലെയുള്ള ഒരു കരുത്തനായ നേതാവ് അതുമായി ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നിലുണ്ട്. അദ്ദേഹം വാഹന പ്രചരണ ജാഥകൾ നയിക്കുന്നു, അവിടെ കുറ്റവിചാരണ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിരവധിയായ കർമ്മ പരിപാടികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഇത്തരത്തിൽ വരുന്ന, അതായത് നേമം സജീറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം, മണക്കാട് സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം, ഇത്തരത്തിലുള്ള വിവാദങ്ങളെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ചെറുക്കാൻ കഴിയാത്തത് എന്നുള്ളതൊരു വലിയ ചോദ്യമുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചില പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതും നമുക്കറിയാം. 2010 മുതൽ 20 വരെയുള്ള കാലഘട്ടം, അതായത് ഈ പോയ കാലഘട്ടങ്ങളിൽ അത്രയും ഇവിടെ നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം CPM തന്നെയാണ്, അല്ലെങ്കിൽ LDF തന്നെയാണെന്നറിയാം. അത് പിന്നെ ശിവൻകുട്ടി ആണെങ്കിൽ തന്നെയും, പിന്നീട് വന്ന വി കെ പ്രശാന്ത് ആണെങ്കിലും, അതിനുശേഷം ഇങ്ങോട്ട് വന്ന ആര്യ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ചേർന്നിട്ട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു. എന്നാൽ 2020 വരെയുള്ള ഒരു കാലഘട്ടം, അതായത് അല്ലെങ്കിൽ 2015 വരെയുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നത് LDF കഴിഞ്ഞാൽ പിന്നെ UDF എന്ന് പറയുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ മാനം UDFന് എല്ലാ കാലത്തും തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം LDF ഭരിച്ചില്ല എന്നുണ്ടെങ്കിൽ UDF ഭരിക്കും, അല്ലെങ്കിൽ LDFിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ UDF തൊട്ട് പിന്നാലെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു മാറ്റം. അതിൻ്റെ ഒരു കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2010 ഏകദേശം 40 സീറ്റുകൾ കയ്യിൽ അടക്കി വെച്ചിരുന്ന ഒരു മുന്നണിയായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ UDF എന്ന് പറയുന്ന മുന്നണി. എന്നാൽ അത് പിന്നീട് ഈ 15ലേക്ക് എത്തിയപ്പോൾ അത് നേരെ പകുതിയായി കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് 2010 നിന്നും 15ലേക്ക് 5 വർഷം കഴിഞ്ഞപ്പോൾ ആ സീറ്റിൻ്റെ എണ്ണം ഏകദേശം 25 സീറ്റിൻ്റെ കുറവ്, അല്ലെങ്കിൽ 20 സീറ്റിൻ്റെ കുറവ് ഇവിടെ UDFന് നേരിടേണ്ടി വന്നു. എന്നാൽ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് 2020 നടന്ന തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ പകുതി സീറ്റുകളുടെ കുറവ്, അത് 10 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് UDF കൂപ്പുകുത്തുകയും ചെയ്തു. അതായത് 40-ൽ നിന്ന് 20-ലേക്ക് എത്തുന്നു, 20-ൽ നിന്ന് 15-ലേക്ക് ഈ 3 ടേമുകൾ കൊണ്ട് UDFന് സഞ്ചരിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണി തിരുവനന്തപുരം നഗരസഭയിൽ അപ്രസക്തമാകാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു മെച്ചപ്പെട്ട, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന് മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് എത്താൻ സാധിക്കണം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗത്ത് നിന്നാണ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് കെ മുരളീധരനെ തന്നെ അതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചത് എന്ന് വ്യക്തമാണ്. എന്നാൽ ഈ വളരെ വേഗം തന്നെ പൂർത്തിയായ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് BJP 15 മുതൽ BJP ശക്തമായ ഒരു സാന്നിധ്യമായി തിരുവനന്തപുരം നഗരസഭയിലെത്തി. ഇന്ന് 35 സീറ്റുകളോടുകൂടി അവരവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആരാണ് ശരിക്കും BJPയെ വളർത്തിയത്? LDF അല്ല എന്ന് നമുക്കറിയാം. കാരണം LDFിൻ്റെ വോട്ടുകളെല്ലാം കൃത്യമായി വരികയും ചെയ്യുന്നുണ്ട്, കൃത്യമായി കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന BJPക്ക് വളരാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് BJPയെ ഇന്ന് നഗരസഭയിലെ പ്രധാന കക്ഷിയാക്കി അല്ലെങ്കിൽ പ്രതിപക്ഷമാക്കി മാറ്റിയതിൽ UDFിനുള്ള പങ്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ UDFിൻ്റെ ചില പ്രവണതകൾ കാരണമാണ്, അതായത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില പ്രവണതകൾ കാരണമാണ് BJPക്ക് പ്രാധാന്യം കിട്ടിയത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ BJPയെ പലയിടങ്ങളിലും ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ്, അതായത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ BJP ചിലപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർണയം വരുന്ന സമയത്ത് അവിടെ BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അവിടെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കി കൊടുത്തുകൊണ്ട് ഒരു ഡെമ്മിയെ അവിടെ UDF അവിടെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പരമ്പരാഗതമായി ലഭിക്കേണ്ട സീറ്റുകൾ പലതും UDFന് നഷ്ടപ്പെട്ടു. പരമ്പരാഗതമായി ലഭിക്കേണ്ട ഇപ്പം നേമം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉദാഹരിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ്.
അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആ തിരുവനന്തപുരത്ത് ഉണ്ടായ വീഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ 2 തവണയും ഇവിടെ സർക്കാർ ഭരണവും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഭരണവും യു ഡി എഫിന് നഷ്ടപ്പെട്ടു പോയ കാലമായിരുന്നു. അപ്പോൾ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുകയും പരമ്പരാഗതമായ സീറ്റുകൾ നഷ്ടപ്പെടുത്താനും ഇവിടെ യു ഡി എഫിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടി അത്തരം വാർഡുകളിൽ കൃത്യമായി ബി ജെ പിക്ക് മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഈ 40 സീറ്റുണ്ടായിരുന്ന ബി ജെ പി 2 ടേം അവസാനിക്കുമ്പോൾ ഏകദേശം 10 കോൺഗ്രസ് 2 ടേം അവസാനിക്കുമ്പോൾ ഏകദേശം 10 എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ദാരുണമായ ഒരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമുക്കറിയാം, അവിടെ നേമം സജീർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ല, അതിന് പകരമായി ജി വി ഹരി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മണക്കാട് സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ അവിടുത്തെ കോർ കമ്മിറ്റി ചെയർമാൻ രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അപ്പം അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതിനെ സമവായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, അല്ലാതെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരാളെ നിർണ്ണയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ ഒരു സമവായത്തിലേക്ക്, അതായത് ഈ പറയുന്ന മണക്കാട് സുരേഷിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേമം സജീർ ഒരുപാട് തവണ അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ന്യായീകരണം നിരത്തിക്കൊണ്ട് ഒരു സമവായത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പക്ഷേ നിലവിലത്തെ മണക്കാട് സുരേഷിനെ ഈ രീതിയിൽ എത്ര സമവായത്തിൽ എത്തിക്കഴിഞ്ഞാലും അവിടെ കൃത്യമായി ബി ജെ പിക്ക് നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ്, അല്ലെങ്കിൽ ഡിവിഷൻ കൂടിയാണ് ഈ നിയമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ നിയമത്ത് വളരെയേറെ പ്രാധാന്യം, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ പൾസറിയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരാളായിരിക്കണം എപ്പോഴും അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ മുൻപന്തിയിൽ വരേണ്ടത്. അതിന് പകരം നിയമം സജീറിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാളാണ് നേമം സജീർ. ഈ നേമം സജീറിൻ്റെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരെയും ധിക്കരിച്ചുകൊണ്ട് കേരള നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വിരുദ്ധമായ ചേരിയിൽ നിൽക്കുന്ന ഒരുപറ്റം കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വോട്ട് എവിടേക്ക് ഭിന്നിച്ചു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണകരമായി തീരും. അങ്ങനെ പല മണ്ഡലങ്ങളിൽ, പല ഡിവിഷനുകളിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തിയതിൻ്റെ ഭാഗമായി പല മണ്ഡലങ്ങളും കോൺഗ്രസിന് പരമ്പരാഗതമായി ലഭിക്കേണ്ട പല മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് വോട്ട് മറിക്കുന്ന ഒരു ശൈലി കൂടി ഈ പല ഭാഗങ്ങളിലും തിരുവനന്തപുരം നഗരസഭയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ വോട്ട് മറിച്ചതിൻ്റെ ഭാഗമായി പ്രമുഖരായ പല നേതാക്കന്മാർക്കും ഒടുവിൽ വീട്ടിലിരിക്കേണ്ട ഗതികേട് ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഭാഗമായി യു ഡി എഫിൻ്റെ കയ്യിലിരുന്ന പല സീറ്റുകളും കൃത്യമായി ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ്. അത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം, അതായത് നഷ്ടപ്പെട്ടു പോയ സീറ്റുകൾ കൃത്യമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഏതൊക്കെ സീറ്റുകൾ നഷ്ടപ്പെടും എന്നതിനെക്കുറിച്ച് മാത്രമേ കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ടതുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടു പോയ സീറ്റുകളൊന്നും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് തിരിച്ചു കിട്ടില്ല, അത് പോയത് തന്നെ. ഇനിയും എത്ര എണ്ണം നഷ്ടപ്പെടാനുണ്ട്, അതായത് ഇനിയിപ്പം കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേവലം ഒരു 8 സീറ്റുകളൊക്കെ മാത്രമേ ഇനിയിപ്പോൾ ശരിക്കും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിന് അവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. അതായത് നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് പരമാവധി കോൺഗ്രസിന് പിടിക്കാൻ കഴിയുന്ന ഒരു 8 സീറ്റ് മാത്രമാണ്. അല്ല, അതിൽ കൂടുതലൊന്നും കോൺഗ്രസിന് യാതൊരു തരത്തിലും തിരുവനന്തപുരത്ത് ഒരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയാണെങ്കിലും തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ശക്തമായ തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.